എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോർട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടോ. വിവാഹിതരായ സീരിയൽ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഭവാനിയുടെയും അഞ്ജനയുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം കാണുന്നുണ്ട്. കാരണം സൗഭാഗ്യ മുത്തശ്ശിയുടെ സലിയിച്ചിരിക്കുവാണ്. അഞ്ജനയും ഭവാനിയും ചേർന്ന് തന്ത്രപരമായി തന്നെ സൗഭാഗ്യ മുത്തശ്ശിയെ അവർ വീഴ്ത്തിയിരിക്കുന്നു. അഞ്ജനയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഈ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞ സൗഭാഗ്യ മുത്തശ്ശിയുടെ മനസ്സ് അവർ അലിയിച്ചിരിക്കുന്നു. മുത്തശ്ശിയുടെ മനസ്സ് അലിയിക്കാൻ വേണ്ടി കയ്യിൽ കർപ്പൂരം കത്തിച്ചിരിക്കുന്നതായി അവരൊരു ആമ കാണിച്ചു. എന്നാൽ മുത്തശ്ശി അതിൽ വീണുപോയി. അതുകൊണ്ട് തന്നെ മുത്തശ്ശി പിന്നെ ഒരു തീരുമാനമെടുത്തു. കഴിഞ്ഞ തെറ്റിന് മുത്തശ്ശി ക്ഷമിച്ചിരിക്കുന്നു. പകരം ഇത്രയും വേഗം തന്നെ അജയുടെയും അഞ്ജനയുടെയും വിവാഹം ാമെന്ന് മുത്തശ്ശി വാക്കു നൽകുന്നു. കേൾക്കുമ്പോ ഭവാനിക്കും അഞ്ജനയ്ക്കും ഭയങ്കര സന്തോഷമായി. അവർ എന്തു കാര്യത്തിനാണോ പ്ലാൻ ചെയ്തത് ആ കാര്യം തന്നെ മുത്തശ്ശി താൻ വേണ്ടി പറഞ്ഞിരിക്കുവാണ്. അങ്ങനെ അജയും അഞ്ജനയും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് വാക്കു നൽകുന്നു. ഭവാനിയുടെയും അഞ്ജനയുടെയും മനസ്സിൽ ആ വാക്ക് കേട്ടപ്പോൾ ഒരു ആശ്വാസം തന്നെ തോന്നി. ഈ സമയം തന്നെ കാണിക്കുന്നതെന്ന് വെച്ചാ അച്യുതനെയും നമ്മുടെ ഭൂമിജന്റെ കാര്യമോർത്ത് നമ്മുടെ ഭൂമിജ വിഷമിച്ചുകൊണ്ടേയിരിക്കുവാണ്. അച്ഛന്റെ സർജറിക്ക് വേണ്ടി ഇനി കുറെ പണം വേണം. അതിനുവേണ്ടി അവൾ ബാങ്ക് തോറും മാറി കയറുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൾ മുട്ടാത്ത വാതിലുകളില്ല. അതേപോലെ തന്നെ എല്ലാ ബാങ്കുകളും ഒരേ മാനദണ്ഡങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. പല കാരണങ്ങളും പറഞ്ഞ് ബാങ്കിൽ നിന്നും ഭൂമിജയെ തിരിച്ചയച്ചു. ഭൂമിജ സ്വയം ചോദിച്ചു, ഇനി ആരോട് പോയി ചോദിച്ച് പണം കണ്ടെത്തും? അച്ഛന്റെ ചിരിക്കുന്ന മുഖം അവളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അവൾക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിച്ചേ പറ്റൂ. ഇതിനുവേണ്ടി എന്ത് ജോലിക്കും പോകാൻ അവൾ തയ്യാറാണ്. അത് വിചാരിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ തുടയ്ക്കുന്നു. ഈ സമയം തന്നെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭവാനി കമാലിനെ വിളിക്കുന്നുണ്ട്. നീ ഒട്ടും തന്നെ താമസിക്കാൻ പാടില്ല. അച്യുതന്റെ കൂടെ ഉണ്ടായ ആ പെൺകുട്ടി അവന്റെ സ്വന്തം മകളാണോ എന്ന് ഉറപ്പുവരുത്തണം. അയാളുടെ സ്വന്തം മകളല്ല ഭൂമിജയെങ്കിൽ അവളെയും അച്യുതനെ കൊന്നുകളയാൻ വേണ്ടി ഭവാനി കമാലിന് നിർദ്ദേശിച്ചു. ഇതുപോലൊരു അവസരം ഞാൻ നിനക്ക് തരത്തില്ല. കമാൽ ഭവാനിയോട് ഉറപ്പിച്ചു പറഞ്ഞു. മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനൊരു കാര്യമേറ്റാൽ ആ കാര്യത്തിൽ പിന്നെ മാറ്റമില്ല. ഉടൻ തന്നെ ഇതിനെല്ലാം ഒരു തീരുമാനം കണ്ടെത്തി തരാം. എന്നെ വിശ്വസിക്കണം മാഡം എന്ന് കമാൽ ഉറപ്പു നൽകുന്നു. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഭവാനി ഒന്ന് ആശ്വസിക്കുന്നുണ്ട്. അവൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ സ്ഥാനവും അവൾക്കായിരിക്കും. അതിനു മുൻപേ തന്നെ അവളെ കൊല്ലുക എന്ന ലക്ഷ്യം മാത്രമാണ് നമ്മുടെ ഭവാനി. അവൾ അഭിരാമിയായി ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം മാത്രമല്ല അഞ്ജനമോളുടെ ജീവിതവും പോകും. ഇടം വിട്ട് പോകേണ്ട അവസ്ഥ നമുക്ക് വരും. ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സത്യദാസ് നല്ല ബുദ്ധിമാനാ. അവരെങ്ങനെയെങ്കിലും ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥ വരും. ഉണ്ടാകാൻ പാടില്ല. സംഭവങ്ങൾ ആലോചിച്ചപ്പോൾ ഭവാനിക്ക് പേടിയായി തുടങ്ങി. മാത്രമല്ല അഭിരാമിയെ ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ചതാണെന്ന് സത്യദാസ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കത്തില്ല. അറിയും മുമ്പേ ഈ തെളിവുകളെല്ലാം തന്നെ നശിപ്പിക്കണമെന്ന് ഭവാനി മനസ്സിൽ ഉറപ്പിച്ചു. അതേസമയം തന്നെ പോലീസ് സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു. അജയ് ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സത്യദാസ് എത്തുന്നുണ്ട്. എന്നിട്ട് അജയോട് ചോദിക്കുവാണ്, എന്റെ കേസിനെ പറ്റി എന്തായ അജയ്? ഈ സമയം തന്നെ നമ്മുടെ അജയ് പറയുവാണ്, ഞാൻ അഭിരാമിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സത്യദാസ് പറയുവാണ്, എന്റെ മോൾക്കും ഭാര്യയ്ക്കും എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയണം. ഞാൻ ഇത്രയും നാൾ അവർക്ക് വേണ്ടി കാത്തിരുന്നു. പോലീസ് ഓഫീസർ ആയിരുന്നിട്ട് കൂടെ എനിക്ക് എന്റെ ഭാര്യയെക്കുറിച്ചോ മകളെക്കുറിച്ചോ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് പറയുമ്പോഴും സത്യദാസിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഭൂമിജ 2 ഗ്ലാസ് ചായയുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പതിയെ ചായ കപ്പുകളുടെ ടേബിളിൽ വച്ചു. ഈ സമയം തന്നെ അജയ്ക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുവാണ്, എന്താണ് നിനക്ക് കോമൺ സെൻസ് ഇല്ലേ? ഞങ്ങൾ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്, നീ കാണുന്നില്ലേ? അജയ് ഉറച്ച സൗണ്ടോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം തന്നെ ഭൂമിജ ഒട്ടും കൂസലില്ലാതെ തന്നെ മറുപടി പറയുന്നുണ്ടായിരുന്നു. ദാ സാറേ, ഒരു ചായ കുടിച്ച് സംസാരിച്ചുകൂടെ? സത്യദാസിന് ഇത് കേട്ടപ്പോൾ ഒരു പുഞ്ചിരി വന്നു. ഈ സമയം തന്നെ അജയോട് സത്യദാസ് ചോദിക്കുവാണ്, നീ എന്തിനാ മോനെ അവളോട് ഇത്ര ദേഷ്യപ്പെടുന്നത്? അദ്ദേഹം അജയോട് ചോദിച്ചു. നമ്മൾ ഒരു സീരിയസ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവൾ അതിനിടയ്ക്ക് വന്നു. ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അതേസമയം തന്നെ സത്യദാസ് പറയുവാണ്, അതിനെന്താ മോനെ, എനിക്ക് കുഴപ്പമില്ല. ഭൂമിജ സത്യദാസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സമയം തന്നെ ഭൂമിജ സത്യദാസിനോട് പറഞ്ഞു, സാറേ, സാറിന്റെ എന്താണെന്ന് എനിക്കറിയാം. സാറിന്റെ മകളെയും ഭാര്യയും കാണാത്തതിന്റെ
ത്തിലാണല്ലോ സാർ എന്ന് പറഞ്ഞപ്പോൾ സത്യദാസ് അമ്പരന്ന് ഭൂമിജയെ തന്നെ നോക്കി നിന്നു. ദേ, സാറിന് ഉറപ്പായിട്ടും സാറിന്റെ മോളെയും ഭാര്യയും തിരിച്ചു കിട്ടും. സാർ ധൈര്യമായിട്ടിരിക്കും. ഇനി അത്ര താമസമൊന്നും ഉണ്ടാകത്തില്ല. നീ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ സത്യദാസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവളുടെ ആ വാക്കു കേട്ടപ്പോൾ സത്യദാസിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ നാക്ക് പൊന്നാകട്ടെ എന്ന് മനസ്സിൽ സത്യദാസ് പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ അജയ്ക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട്. ഈ സമയം തന്നെ അജയ് സത്യദാസിനോട് പറയുവാണ്, അങ്കിളെ, ഇവൾ ഇങ്ങനെയാണ്, പല വിടുവായിത്തരങ്ങളും പറയും, പൊട്ടത്തരങ്ങളൊന്നും അങ്കിള് കേട്ട് വിശ്വസിക്കേണ്ട. അജയ് അങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ട ഭൂമിജയ്ക്ക് ദേഷ്യം വന്നു. ഈ സമയം തന്നെ ഭൂമിജ അജയോട് ചോദിക്കുവാണ്, എന്താ സാർ പറയുന്നത്? അപ്പോ സാറിന്റെ മോളെയും ഭാര്യയും കണ്ടെത്താൻ പറ്റില്ലെന്നാണോ അജയ് സാർ പറയുന്നത്? ഈ സമയം തന്നെ അജയ് പറയുവാണ്, അങ്ങനെയല്ലടി ഞാൻ പറഞ്ഞു, നീ ഓരോന്നും പറഞ്ഞു നിൽക്കാതെ പോ ഇവിടെന്ന് എന്ന് തന്നെ പറയുവാണ്. അതേ സമയം തന്നെ സത്യദാസ് പറയുവാണ്, എടാ, അവൾ ഒരു പൊട്ടത്തരവും പറഞ്ഞില്ലല്ലോ. വീണ്ടും സത്യദാസ് ഭൂമിജയെ പിന്തുണച്ചു. ഭൂമിജ ചായ അവിടെ വച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു നേരത്തേക്ക് സത്യദാസ് നിശബ്ദനായി തന്നെ ഇരുന്നു. അതിനുശേഷം അജയോട് സത്യദാസ് പറയുവാണ്, മോനെ, എന്താണെന്ന് എനിക്കറിയത്തില്ല, അവളെ കാണുമ്പോൾ എന്റെ കാണാതായ മോളെ എനിക്ക് ഓർമ്മ വരും. ഈ സമയം തന്നെ അജയ് പറയുവാണ്, അങ്കിളിന്റെ മോൾക്കും ഇതേ പ്രായം തന്നെ ഉണ്ടായിരിക്കും, അവൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ മകളെ കാണാത്തതിൽ അങ്കിളിന് അങ്ങനെയൊക്കെ തോന്നും. ഈ സമയം തന്നെ സത്യദാസ് പറയുവാണ്, എന്റെ മകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ചെറിയ ശബ്ദത്തോടെ സത്യദാസ് പറയുവാണ്, എങ്കിൽ നിന്റെയും അവളുടെയും വിവാഹം എനിക്ക് നടത്താമായിരുന്നു. നമ്മൾ പണ്ടേ തീരുമാനിച്ചു വെച്ചിരുന്നതല്ലേ. പക്ഷേ അജയ്, എനിക്കവൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അവൾ എവിടെയാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു. ഇത്ര വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്റെ ഭാര്യയെയും മകളെയും കണ്ടെത്താൻ. അജയ് ആണെങ്കിൽ സത്യദാസിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു, സാരമില്ല അങ്കിൾ, ഉടൻ തന്നെ അവരെ കണ്ടെത്താം, എങ്കിൽ ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറയുന്നുണ്ട്. ഈ ദിവസം രാവിലെ തന്നെ ഭൂമിജ പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങി. ഇവിടെ അച്യുതൻ കൂടെ ഉണ്ട്. കുറേ ദൂരം ഭൂമിജ ഓടി തളർന്നു നിന്നപ്പോൾ അവൾ അച്യുതനെ ശ്രദ്ധിച്ചു. അച്യുതൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അച്ഛനോട് അവൾ ചോദിച്ചു, എന്താ അച്ഛാ, എന്ത് പറ്റി? അച്ഛന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ അച്ഛാ. ചോദിച്ചപ്പോൾ അച്യുതൻ പറയുന്നു, എനിക്കൊരു ക്ഷീണവുമില്ല മോളെ. അല്ല അച്ഛാ, വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നുണ്ട് അച്ഛന്. സമയം തന്നെ അച്യുതൻ പറയുവാണ്, എനിക്കും പ്രായമായില്ലേ മോളെ, എനിക്കും പ്രായമായി, എന്റെ ആ കാറിനും പ്രായമായി. കേട്ടപ്പോൾ ഭൂമിജയ്ക്ക് ഒരു ചിരി വന്നു. എന്റെ അച്ഛാ, വണ്ടി അച്ഛനൊന്ന് വിട്ടൂടെ? എന്തിനാ ആ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അച്ഛന് വയ്യ. ഈ സമയം ആ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അച്യുതൻ ഒരു ഗൗരവത്തോടെ അവളെ നോക്കി. എന്റെ മോളെ, നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വണ്ടിക്ക് എനിക്ക് വലിയൊരു വില തന്നെയുണ്ട്. അച്ഛനോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു, അച്ഛാ, ഈ വണ്ടി വിറ്റിട്ട് നമുക്ക് വേറൊരു വണ്ടി വാങ്ങിക്കാമെന്ന്. സമയം അച്യുതൻ പറയുവാണ്, മോളെ, ചിലത് നമുക്ക് കൊടുത്തിട്ട് പുതിയത് വാങ്ങാൻ പറ്റത്തില്ല. അച്യുതന്റെ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു ആഴമുണ്ടായിരുന്നു. ഭൂമിജയ്ക്ക് അതൊട്ടും തന്നെ മനസ്സിലായില്ല. ഈ സമയം തന്നെ ഭൂമിജ ചോദിക്കുവാണ്, എന്താ അച്ഛാ, അച്ഛനും ഈ വണ്ടിയും തമ്മിലുള്ള ബന്ധം, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ വണ്ടിയുമായിട്ട്? അച്ഛന് സംശയത്തോടെ ഭൂമിജ ചോദിച്ചു. അങ്ങനെ തന്നെ ഉണ്ടെന്ന് തന്നെ നീ കൂട്ടിക്കോ എന്ന് അച്യുതൻ പറഞ്ഞു. വണ്ടിയും ഞാനും തമ്മിൽ ഒരു വലിയൊരു ആത്മബന്ധം തന്നെയുണ്ട്. കുറിച്ച് മോൾക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയെ ഒരു നിധി പോലെ കൊണ്ടു നടക്കുന്നത്. ഭൂമിജയ്ക്ക് അപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ല. അച്യുതന്റെ മനസ്സിൽ പണ്ടേ ഉള്ള ഒരു പഴയ ഡ്രൈവർ ആയിരുന്നു അച്യുതൻ. ഈ സമയം തന്നെ ഭൂമിജയെ തന്റെ കയ്യിലുണ്ടായിരുന്ന സമയം ആ വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു രഹസ്യം അച്യുതന് മാത്രമേ അറിയത്തുള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് നടന്നു. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാലോ? പറഞ്ഞു. സമയം അച്യുതൻ പറഞ്ഞു, വേണ്ട മോളെ, അല്ലാത്ത തലകറക്കം പോലെ തോന്നി. എന്നിട്ട് നെഞ്ചിൽ പതിയെ കൈവച്ചു. ഭൂമിജ പേടിച്ചിട്ട്, അച്ഛാ, അച്ഛാ, എന്ത് പറ്റി? പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു. നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാം അച്ഛാ. അതേസമയം തന്നെ അച്യുതൻ അവളെ ആശ്വസിപ്പിച്ചു. എന്റെ മോളെ, എനിക്കൊരു കുഴപ്പവുമില്ല. അച്യുതൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. അച്ഛൻ ഇതിനപ്പുറം പറയുമെന്ന് എനിക്കറിയാം. അച്ഛൻ മറുത്തൊന്നും പറയണ്ട, എന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിജ വാശി പിടിച്ചു. അച്യുതനെ ഭൂമിജ നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവർ ആശുപത്രിയിൽ കാത്തിരിക്കുന്നുണ്ട് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി. അച്യുതൻ ആകെ തളർന്നിരിക്കുന്ന സമയത്ത് ഭൂമിജയെ മാത്രം ഡോക്ടറേക്ക് വിളിച്ചു. അവൾ അകത്തേക്ക് ഒറ്റയ്ക്ക് കയറിയപ്പോൾ അവളുടെ നെഞ്ചെടുപ്പ് കൂടി. ഡോക്ടർ ഇത്തിരി ഗൗരവത്തിലാണ് സംസാരിച്ചത്. അച്യുതന്റെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സിറ്റുവേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സർജറി നടത്തിയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇത് കേട്ടപ്പോൾ ഭൂമിക്കൊരു ഷോക്കായി. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൾ ഉടനെ തന്നെ ഡോക്ടറിനോട് ചോദിച്ചു, എന്താ ഡോക്ടർ പറയുന്നത്? ഈ ഭൂമി ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നേരത്തെ, ഓരോ നിമിഷവും വൈകും തോറും റിസ്ക് ആണെന്ന്. അച്യുതന്റെ കാര്യം വളരെ മോശമാണ്. സർജറി ചെയ്താൽ തന്നെ ജീവൻ തിരികെ കിട്ടാൻ പാടാണ്. എനിക്കൊന്നും ഉറപ്പു പറയാൻ സാധിക്കില്ല. കേട്ടപ്പോൾ ഭൂമിജയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. സമയം തന്നെ ഭൂമിജ പറയുവാണ്, സാറേ, എന്നെ കൊണ്ട് പറ്റാവുന്നതിലും അധികം ഞാൻ എല്ലാവരോടും പണം അന്വേഷിച്ചു, ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ സാറേ വൈകിയത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അച്ഛന്റെ ജീവൻ എനിക്ക് കിട്ടിയേ മതിയാകൂ. എന്റെ അച്ഛനെ വേണം. അച്ഛനില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാനാകത്തില്ല. കൈകൾ കൂപ്പി കരഞ്ഞു. ഭൂമിജയുടെ ആ വാക്കു കേട്ടപ്പോൾ ഡോക്ടറിന് വല്ലാത്ത സങ്കടം തോന്നി. നീ എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. അച്ഛന്റെ അസുഖത്തെ പറ്റി അറിഞ്ഞപ്പോൾ നിന്നോട് ഞാൻ അന്നേ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നതല്ലേ. അന്നേ ഇതിനു വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ അച്ഛന്റെ ആരോഗ്യത്തിൽ കുറച്ച് മാറ്റമെങ്കിലും ഉണ്ടായേനെ. ഇത്രയും ദിവസമായിട്ടും നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഭൂമിജ പറഞ്ഞു, ഇത് ചെയ്തിട്ടാണെങ്കിലും ആ കാശ് ഞാൻ ഇവിടെ എത്തിക്കും. എന്റെ അച്ഛന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പാടില്ല. സമയം തന്നെ പുറത്ത് കണ്ണടച്ചിരിക്കുവായിരുന്നു നമ്മുടെ അച്യുതൻ. ചുറ്റും എന്താ നടക്കുന്നതെന്ന് അയാൾക്ക് അറിയാനേ കഴിഞ്ഞില്ല. ഈ സമയം തന്നെ ഹോസ്പിറ്റലിന്റെ പുറത്ത് ഒരു കറുത്ത കാർ വന്നു നിന്നു. അതിൽ നിന്ന് കമാൽ പുറത്തിറങ്ങി. രാവിലെ മുതലേ അച്യുതനെയും ഭൂമിജയും ഫോളോ ചെയ്യുമായിരുന്നു. അച്യുതൻ ഒറ്റയ്ക്ക് ബെഞ്ചിലിരിക്കുന്നത് കമാല് കണ്ടു. കമാൽ മനസ്സിൽ ഉറപ്പിച്ചു, ഇതൊരു നല്ല അവസരമാണ്. കമാലിന്റെ അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തി പതിയെ എടുത്തു. അറിയാതെ പതുങ്ങി അവൻ അച്യുതന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അച്യുതന്റെ ജീവൻ എടുക്കാൻ വേണ്ടി കമാലിന്റെ കൈകൾ ഉയർന്നു. അത് തന്നെ ഡോക്ടറിന്റെ റൂമിൽ നിന്ന് വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടു. ഭൂമിജ വേഗം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അവരുടെ കണ്ണുകൾ ആകെ ചുവന്നിരുന്നു. അച്ഛനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അച്ഛ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഭൂമിജ അച്യുതന്റെ കയ്യിൽ പിടിച്ചു. അച്യുതനെ ചേർത്ത് പിടിച്ചിട്ട് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ തുടങ്ങി. ഭൂമിജ വന്നത് കാരണം അച്യുതന്റെ ജീവൻ പൊലിഞ്ഞില്ല. കമാൽ പെട്ടെന്ന് തന്നെ കത്തി പോക്കറ്റിലേക്ക് ഇട്ടു. അവിടെ വെച്ച് ഇനി ഒന്നും തന്നെ അച്യുതനെ ചെയ്യാൻ കഴിയാത്തതിൽ ദേഷ്യത്തോടെ കമാൽ അവിടെ നിൽക്കുന്നു. ഈ സമയം തന്നെ ഭൂമിജയുടെ മനസ്സിൽ ഒരേ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ അച്ഛനെ ഞാൻ രക്ഷിക്കും. ഇതിനുവേണ്ടി ഞാൻ ഏത് നരകത്തിൽ വേണമെങ്കിലും പോകും. അവളുടെ കണ്ണുകളിലെ ആ തീ കനൽ കൊടുങ്കാറ്റിന്റെ തന്നെ സൂചനയായിരുന്നു. അതേ സമയം തന്നെ നിരാശപ്പെട്ട് ദേഷ്യത്തോടുകൂടി തന്നെ കമാൽ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അച്യുതനെ കൊല്ലാൻ കഴിയാത്തത്. ഇത്രയൊക്കെയുള്ളൂ ഈ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.